ഇഫ് എവർ എന്ന ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ മീനിങ് എന്നാലോചിച്ചിട്ടുണ്ടോ? ഇഫ് എന്നതുമായിട്ട് എന്താണ് ഇഫ് എവർ എന്നതിന് ഡിഫറൻസ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് എവർ. ഇഫ് എവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എപ്പോഴെങ്കിലും, ഒരിക്കലെങ്കിലും എന്നാണ്. അത് ഒരു റെയർ ആയിട്ടുള്ള, വളരെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു പോസിബിലിറ്റിയാണ്. എപ്പോഴെങ്കിലും ഞാൻ അവനെ കാണുകയാണെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ കാണാനുള്ള ഒരു ചാൻസ് വളരെ റെയറാണ്. കണ്ടാൽ ചോദിക്കും, ഒരിക്കലെങ്കിലും, അറ്റ് എനി ടൈം എന്നാണ്. ഇഫ് അറ്റ് എനി ടൈം, അതാണ് ഇഫ് എവർ. ഇപ്പോൾ നോർമൽ കണ്ടീഷനാണെങ്കിൽ എന്താ പറയുക? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ, ഇഫ് യു നീഡ് ഹെൽപ്പ് എന്നല്ലേ. ഇഫ് എവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇഫ് എവർ യു നീഡ് ഹെൽപ്പ് എന്നാണ് പറയുക. ഇഫ് എവർ എന്ന് പറഞ്ഞാൽ സഹായം അങ്ങനെ ആവശ്യം വരാൻ സാധ്യതയില്ല എങ്കിലും ഇഫ് എവർ യു നീഡ് ഹെൽപ്പ്. ഇഫ് യു നീഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അതൊരു നോർമലായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഇഫ് എവർ യു നീഡ് ഹെൽപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ അത് ഒരു റെയർ ആയിട്ടുള്ള പോസിബിലിറ്റിയാണ്. വളരെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു പോസിബിലിറ്റി. ഞാൻ എപ്പോഴെങ്കിലും ലേറ്റ് ആവുകയാണെങ്കിൽ എന്നെ വിളിക്കൂ. ഇഫ് എവർ ഐ ആം ലേറ്റ് യു കോൾ മീ. അപ്പോൾ അങ്ങനെ ലേറ്റ് ആവാനുള്ളൊരു സാധ്യതയില്ല. ഞാൻ എപ്പോഴും വളരെ കൃത്യമായിട്ട് വരുന്നതാണ്, ലേറ്റ് ആവാതെ. ലേറ്റ് ആയാൽ, എപ്പോഴെങ്കിലും, ഒരിക്കലെങ്കിലും ഞാൻ ലേറ്റ് ആയാൽ നീ എന്നെ വിളിക്കൂ എന്നാണ് പറയുന്നത്. ഇഫ് എവർ ഐ ആം ലേറ്റ് യു കോൾ മീ. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാകും. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. നോർമലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകും, പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. അതേസമയം ഇഫ് എവർ യു സ്റ്റഡി യു വിൽ പാസ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാവും. ഇഫ് യു ആർ ഇൻ ട്രബിൾ കോൾ മീ. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണെങ്കിൽ എന്നെ വിളിക്കൂ. അതൊരു ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ്, ഒരു നോർമൽ കണ്ടീഷനാണ് പറയുന്നത്. ഇഫ് എവർ യു ആർ ഇൻ ട്രബിൾ യു കോൾ മീ. ഇപ്പോൾ പ്രശ്നത്തിലാകാനുള്ളൊരു സാധ്യതയില്ല, പക്ഷേ എപ്പോഴെങ്കിലും, ഒരിക്കലെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നീ എന്നെ വിളിക്കൂ എന്നാണ്. അപ്പോൾ ഇഫ് എവർ അതുപോലെ ഇഫ് ഉപയോഗിക്കുന്നത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ.